കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന് കൊടുക്കുന്ന അധികാരം അല്ലെങ്കിൽ അധികാരപത്രമാണ് ഈ കൽപ്പന. ഈ ഒരു അധികാരപത്രം വെച്ചിട്ടാണ് മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വേറൊരു ജീവിയുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അംബാസഡർമാരായിട്ട് അന്നേ ദൈവം ഇവരെ നിയമിച്ചു. ഒരു വിരോധാഭാസം നമ്മൾ കാണുന്നത്, എല്ലാ മനുഷ്യരും വാഴുന്നവരാണോ? വീഴുന്നവരെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. മൃഗത്തേക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ദയനീയ സ്ഥിതിയിൽ നടക്കുന്നവനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണോ ഇത്? മനുഷ്യനായില്ലെങ്കിൽ അവൻ മത്സ്യമാകും. അവൻ പർവ്വജാതിയെപ്പോലെ അവിടെ ഇവിടെയും പെറുക്കി തിന്നാൻ ഓടി നടക്കേണ്ടി വരും. അവൻ മൃഗമാകും, അവൻ ഇഴജാതിയെപ്പോലാകും. അതൊരർത്ഥം. വേറൊരർത്ഥത്തിലോ, സമുദ്രമെന്ന് പറയുന്ന ലോകമെന്ന സമുദ്രം, അതിലെ മത്സ്യം, ആകാശത്തിലുള്ള പർവ്വജാതി, സ്പിരിച്വൽ വേൾഡിലുള്ള പർവ്വജാതി, മൃഗങ്ങൾ. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ നമുക്കറിയാം, കിങ്സിനെയാണ്, രാജാക്കന്മാരെയാണ് മൃഗങ്ങളെ കാണുന്നത്. ഭൂമിയിലെ ഓരോ മാനുഷിക അധികാരത്തിൻ്റെ പിന്നിലും ഒരു സ്പിരിറ്റ് ഉണ്ട്. പിന്നെയോ ഭൂമിയിലിഴയുന്ന ഇഴജാതിയുണ്ട്. നമ്മൾ ഇത് തിരിച്ചറിഞ്ഞ് വാണില്ലെങ്കിൽ നമ്മൾ വീഴും. അതുകൊണ്ട് എഫേസ്യ ലേഖനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തം എന്ന് പറയാൻ കാര്യം മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും ഇഴജാതിയോടും മത്സ്യങ്ങളോടും ഒന്നുമല്ല നമുക്ക് പോരാട്ടമുള്ളത്. ജഡരൂപത്തിരിക്കുന്ന അല്ലെങ്കിൽ രക്തമുള്ള ഒന്നിനോടും നമുക്കൊരു പോരാട്ടമില്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. വീട്ടിൽ നിങ്ങൾ വാണില്ലെങ്കിൽ പിശാച് വാഴും. സിമ്പിളാണ്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ, ഓഫീസിൽ കോംപ്രമൈസ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ല. യേശുവിൻ്റെ സ്നേഹമോ യേശുവിൻ്റെ കരുതലോ യേശുവിൻ്റെ പവറോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുകയില്ല. ഇതൊരു മനുഷ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവൻ വീണ മനുഷ്യനാവും. ആദ്യത്തെ മനുഷ്യൻ തന്നെ വീണെന്ന് നോക്കിയേ. അവനാണ് പാമ്പിന് പാമ്പെന്ന് പേരിട്ട. എന്നിട്ടും ആ പാമ്പിൻ്റെ വർത്താനത്തിൽ കുടുങ്ങി ഇവൻ തോറ്റുപോയി. നമ്മൾ നിൽക്കേണ്ട പോലെ നിന്നില്ലെങ്കിൽ നമ്മളെ വീഴ്ത്താൻ്റെ ശക്തി ഇവിടെ ഉണ്ട്. യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ വളരെ ആശാവഹമായൊരു വചനമാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. നിങ്ങൾ വളരെ അധപ്പതിച്ചു പോയോ? സാമ്പത്തികമായിട്ടായാലോ പാപത്തിനാലോ ശത്രുക്കളിനാലോ നിങ്ങളാകെ തകർന്നു പോയോ? നിങ്ങളുടെ വീട്ടിൽ പോലും നാട്ടിൽ പോലും വിലയില്ലാത്തവനായി നിങ്ങൾ തീർന്നോ? മനുഷ്യൻ്റെ വില കിട്ടണമെങ്കിൽ അവൻ അതിൻ്റെ സ്ഥലത്ത് വരണം. പണ്ടൊരു കഥയുണ്ട്. ഒരാൾക്കൊരു മുത്ത് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി. അയാളതൊരു തടിക്കടയെ കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ നിസ്സാര വിലയെ പറഞ്ഞുള്ളൂ. ഇരുമ്പ് കടയെ കൊണ്ടുപോയപ്പോൾ നിസ്സാര വിലയെ പറഞ്ഞുള്ളൂ. അറിയാവുന്നൊരു മുത്ത് വ്യാപാരിയുടെ കൊണ്ട് കൊടുത്തപ്പോൾ മില്യൺസ് ഡോളർ കിട്ടി. ഇതുപോലെ മനുഷ്യൻ്റെ വില കിട്ടണമെങ്കിൽ അവൻ ദൈവസഭയിൽ വരണം. അപ്പോൾ ഇവനുള്ള നിയോഗം എന്താണെന്നും സുവിശേഷം ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുമെന്നും യേശുവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഉപദേശം അവൻ്റെ സ്പിരിറ്റിൽ വന്നിട്ട് അവനെ ഇത്ര നാൾ ആരൊക്കെ വിഷമിപ്പിച്ചോ പീഡിപ്പിച്ചോ വാണോ അവരെ വാഴുവാൻ തക്കവണ്ണം ഇവനെ മാറ്റുമെന്നും അവൻ തിരിച്ചറിയും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ്റെ സഭ മുഖാന്തരം അറിയായി വരുന്നു. നിങ്ങൾക്ക് നിങ്ങളാരാണെന്ന് ആത്മമണ്ഡലത്തെ കാണിക്കണമെങ്കിൽ അതിനുള്ള മാർഗം സഭയിൽ വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കാണിക്കാൻ പോയാൽ തോറ്റുപോകും. കാരണം ഒറ്റയ്ക്ക് കാണിക്കാൻ പോകുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഇത്തിരി ജഡമുണ്ട്, സ്വയമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ കൊണ്ടൊന്നും സാത്താനെ ജയിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അവനൊരു സ്പിരിറ്റാണ്. നിങ്ങളൊരു സ്പിരിറ്റാണ്, ജീവനുള്ള കല്ലാണ് നിങ്ങൾ. ആ ഒരു വെളിപ്പാടിൽ സഭയോട് വന്നാൽ, യേശുവിൻ്റെ ശരീരമായി മാറിയാൽ, യേശുവിൻ്റെ മന്ദിരമായി മാറിയാൽ,
തൻ്റെ ശരീരത്തെ ആരും വെറുക്കുന്നില്ല എന്നുള്ള വചനപ്രകാരം കർത്താവ് നിങ്ങളെ ഒരിക്കലും വെറുക്കുകയില്ല. എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നുള്ള വചനപ്രകാരം നിങ്ങളെ ആരും നശിപ്പിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ അത്യുന്നതൻ്റെ മറവിലാകും, സർവശക്തൻ്റെ നിഴലിനും കീഴിലാകും നിങ്ങൾക്ക് വാഴാം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം സഭയിലുണ്ട്. കടബാധ്യതയാണോ, ബുദ്ധിമുട്ടാണോ, രോഗമാണോ, അവഗണനയാണോ, വീട്ടിൽ പോലും വിലയില്ലേ? വരൂ, സഭയിൽ വരൂ. നിങ്ങൾക്ക് ദൈവം യേശു കർത്താവ് സുവിശേഷത്താൽ വിലയുള്ളവനാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ഒരു പുതുജീവൻ, പുതുകൃപ, പുതിയ വെളിച്ചം, പുതിയ വസ്ത്രം ദൈവം നൽകുമാറാകട്ടെ. ആമേൻ.